നിങ്ങൾ കുപ്പയിലെ മാണിക്യം എന്നൊക്കെ കേട്ടിക്കുക, അതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇത് കാണുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തെന്നാ സാധനം എന്ന്. ഇത് നമ്മുടെ കൂവപ്പൊടിയാണ് കേട്ടോ, കൂവപ്പൊടിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് എത്ര എളുപ്പമൊന്നുമല്ല, ഞങ്ങളൊരു 3 ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങളൊരു 10-13 മിനിറ്റുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഫസ്റ്റ് തന്നെ ഈ കൂവേനെ കുറിച്ച് എനിക്കറിയാവുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. കൂവ ഇത് 2-3 തരത്തിലുണ്ട് കേട്ടോ, മഞ്ഞക്കൂവ, നീലക്കൂവ, പിന്നെ വെള്ളക്കൂവ. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് നീലക്കൂവയാണ് ഞങ്ങളിപ്പോൾ കിടക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലില്ല, ഇത് അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. ഈ നീലക്കൂവ ഇതങ്ങനെ നട്ട് നനച്ച് കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊന്നുമല്ല കേട്ടോ. ഇതിങ്ങനെ കാട്ടിൽ വെറുതെ ചെടിയായിട്ട് പൊടിച്ച് വരുന്നതാണ്. ഒരിക്കലുണ്ടായാൽ പിന്നെ അതിൻ്റെ വിത്ത് മുളച്ച് പിന്നെ ആ പറമ്പ് നിറച്ചു ഇതായിക്കോളും. നമ്മുടെ വെള്ളക്കൂവേനേക്കാളും ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ കൂവ ഇതാണ് കേട്ടോ ഈ നീലക്കൂവ, കക്കുന്ന കൂവ, അങ്ങനെയൊക്കെ പേരുണ്ട് കേട്ടോ ഇതിന്. ചില നാട്ടിലൊക്കെ വെള്ളക്കൂവ കേട്ടോ ഈ കൂവപ്പൊടി ഉണ്ടാക്കാൻ എടുക്കുക. അത് നമ്മളൊരു നീളമുള്ള ഒരു കൂവ ഇതില്ലേ വൈറ്റ് കളറിൽ, അത് നമ്മൾ പുഴുങ്ങുകയൊക്കെ ചെയ്യും. ആ ഒരു കൂവയാണ് ഇതൊരു മഞ്ഞളിൻ്റെ ഒക്കെ ഒരു മോഡലാണ് കേട്ടോ, മാങ്ങ ഇഞ്ചിൻ്റെ ഒക്കെ മോഡലാണ് ഈ ഒരു കൂവ ഉള്ളത്. ഇത് വെള്ളപ്പോക്ക്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ഇതിനൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നൊരു മരുന്ന് കൂടിയാണ് കേട്ടോ. അതിന് മരുന്ന് കൂവ എന്നുള്ള വേറൊരു പേരുകൂടി ഉണ്ട്. ഞാനും ഉപ്പയും ഉമ്മയും ഞങ്ങൾ 3 ആളും കൂടി കേട്ടാ ഇത് പറമ്പിൽ നമ്മൾ പെട്ടെന്ന് കാണൂല. ഇതിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല വാടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്ത് ഇങ്ങനെ കുറച്ച് മേലെ പൊന്തി നിൽക്കുന്നുണ്ടാവും, ഇതിൻ്റെ അത് നോക്കിയിട്ട് കണ്ടെത്തി അവിടെ നിന്ന് കിളച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയാട്ടോ കിട്ടിയത്. അവിടെ നിന്ന് വേറൊരു കുറച്ച് നമ്മളെ പറമ്പിലുണ്ടായിരുന്നു, അതും അങ്ങനെ കേട്ടോ കിളച്ചെടുത്തത്. ഇത് ഒരുപാട് ഉണ്ടായാൽ കേട്ടോ നമുക്ക് കുറച്ച് പൊടി കിട്ടും. ഇതിൻ്റെ വിത്തുനിന്ന് ഇതിന് 100 കുറവായിരിക്കും. ഈ വിത്ത് ഇതൊക്കെ ഇങ്ങനെ ചുണങ്ങിയെടുക്കണം. ഇതിൻ്റെ കണ്ടേന്നാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ 100 കിട്ടുക. അപ്പോൾ നമ്മൾ കണ്ട മാത്രമല്ല വിത്തും എടുത്തിട്ട് നമുക്ക് അത്രക്കാരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചുണങ്ങിയിട്ടാൽ മതി. ഇതിൻ്റെ കണ്ട കാണുന്നില്ലേ നിങ്ങൾ, അതിൻ്റെ നാര് പോക്കി അത് ജസ്റ്റ് ഒന്ന് ചുണങ്ങിയിട്ട് നമ്മൾ ഇതിൽ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെറിയൊരു വട്ടത്തിലുള്ള സാധനം കാണുന്നില്ലേ, അത് എടുക്കൂല കേട്ടോ. അത് ഇതിൻ്റെ അളിയെന്ന് പറയും, മറ്റുള്ളിടത്തിലൊക്കെ എന്നാ പറയാന്നറിയില്ല. അപ്പോൾ അത് ഈ കൂവപ്പൊടി ഉണ്ടാക്കാൻ എടുക്കൂല. ബാക്കിയൊക്കെ നമ്മൾ വൃത്തിയാക്കി ചുണങ്ങി അതിൻ്റെ നാരൊക്കെ പോക്കി നമ്മളൊരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂവ കളിച്ച് കൊണ്ടുവന്ന് പിറ്റേത്തെ ദിവസമായിട്ടാണ് നമ്മൾ ഈ പണി സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ഒരു 1-2 ആൾ തന്നെ വേണം. ഒറ്റക്ക് ഇതൊക്കെ കുറച്ചിട്ട് റിസ്ക്കുള്ള പരിപാടി കേട്ടോ. ഞാനും ഉമ്മയും ഉപ്പയും 3 ആളും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഇതാക്കിയത്. പക്ഷെ ഇതിന് ഭയങ്കര വിലപിടിപ്പുള്ളൊരു ഐറ്റം കേട്ടോ. പുറത്ത് ഇതിന് ഒരു 100 ഗ്രാമിന് 120 മേലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ കൂവേൻ്റെ വിത്തും കണ്ടയൊക്കെ വൃത്തിയാക്കി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അളിയൻ, ഇതെടുക്കൂല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം ഫുള്ള് ഇതിങ്ങനെ പൊതിർത്തി വെക്കും. ഫസ്റ്റ് ഒന്ന് കഴുകി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോക്കി പിന്നെ ആ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ച് ഇതിങ്ങനെ പൊതിർത്ത് വെക്കുക ചെയ്യുക. അതിൻ്റെ ചളിയും കച്ചറൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊതിർത്തി വെക്കുന്നത്. ഇത് നല്ലോണം ചെളി ഉണ്ടാവും. ഇത് നല്ലോണം ഒന്ന് കഴുകി ഊറ്റി നമ്മൾ വേറെ ബക്കറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്കൊരു വലിയൊരു ബക്കറ്റിലും പിന്നെ ചെറിയൊരു ബക്കറ്റിൽ കുറച്ച് കേട്ടോ ഇത് മൊത്തത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിത്ത് നോക്കാൻ നമുക്ക് കുറച്ച് 100 കിട്ടും. ഇത് മുറിച്ച് നോക്കിയാൽ നീല കളറിലുള്ള കേട്ടോ 100 നല്ലോണം കിട്ടുക. പിന്നെ വെള്ള കളറിൽ നിന്ന് 100 കുറവാണ് കിട്ടും. അതൊന്നും ശരിക്കും എടുക്കില്ല നമുക്ക്. പിന്നെ കുറവായതുകൊണ്ട് നമ്മളൊന്നും വേസ്റ്റ് ആക്കിക്കില്ല തീർത്തെടുത്തേക്ക്. നിങ്ങൾ കാണുന്നില്ലേ നീല കളർ, അതാണ് കേട്ടോ ഇതിന് നീലക്കൂവ എന്ന് പേര് വന്നത്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞക്കൂവയുണ്ട്, നമ്മളിവിടെയൊന്നും മഞ്ഞക്കൂവയില്ല. ഇവിടെയൊക്കെ കാണുന്നത് ഈ കൂവ തന്നെയാണ്. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള കേട്ടോ. നമുക്ക് ശരിക്കും ഇത് അങ്ങനെ റെയറായിട്ടാണ് കിട്ടുകയും ചെയ്യും നമുക്ക് അങ്ങാടിയിൽ നിന്നൊക്കെ. നിങ്ങൾ ഈ കാണുന്നത് പൊതിർത്തി വെച്ച് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. ഇത് 2-3 പ്രാവശ്യം നല്ലോണം കഴുകണം, വൃത്തിയാക്കി ഇതിലുള്ള അഴുക്കും മണ്ണും പൊടിയൊക്കെ പോക്കിയിട്ട് നല്ലോണം കഴുകിയെടുക്കണം. പാത്തു കൊണ്ട് കേട്ടോ ഹെൽപ്പിന്. പാത്തുവിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ നല്ല ഇഷ്ടമാണ്, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കണ്ട. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈ കൂവയില്ലേ, ഇതിൻ്റെ കണ്ട മാത്രം ജസ്റ്റ് ഒന്ന് ഇതുപോലെ മുറിച്ചിടണം. മറ്റേ വിത്തൊക്കെ അതുപോലെ തന്നെ ഇടും, കണ്ട ജസ്റ്റ് ഒന്ന് മുറിച്ചിടും. പിന്നെ വലിയ പീസൊക്കെ ഒന്ന് മുറിച്ചിടും. കണ്ടില്ലേ നിങ്ങൾ നീല കളർ, അതാണ് നീലക്കൂവ. അപ്പോൾ ഇതുപോലൊരു കട്ടിംഗ് ബോർഡ് മേലെ വെച്ച് കുറച്ച് ചെറിയ പീസ്, അത്യാവശ്യം ചെറിയൊരു മീഡിയം പീസാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട്. ഉപ്പയായിട്ടാണ് മുറിച്ചിടുന്നത്, ഉപ്പയും ഉമ്മയും 2 ആളും കൂടിയാണ് മുറിച്ചിട്ടത്. മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി ഇത് കൂവ അരച്ചെടുക്കലാണ് കേട്ടോ. അത് മില്ലിൽ നിന്നാണ് നമുക്ക് അരച്ചെടുക്കുക. എല്ലാ മില്ലിലൊന്നും ഇത് അരച്ചെടുക്കില്ല കേട്ടോ. കൂവ അരച്ചെടുക്കുന്നതായിട്ടുള്ള മില്ലുണ്ടാവും, അവിടെ നിന്ന് നമുക്ക് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്തില്ല, കുറച്ച് 1 കിലോമീറ്റർ പോയിട്ടുള്ള മില്ലിലാണ് ഈ കൂവ അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബക്കറ്റ് കൊണ്ടാച്ചൊക്കെ കാണുന്നില്ല, അതൊക്കെ കൂവയാണ് കേട്ടോ. ബക്കറ്റിലാണ് അധികം ആളും കൊണ്ടുവന്നത്. നമ്മളെ ബക്കറ്റ് എനിക്ക് സൈക്കിൾ മേൽ എടുത്ത് വരാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചാക്കിൽ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഈ ഇറക്കി വെക്കുന്നൊക്കെ കൂവയാണ് കേട്ടോ. ഈ ഉമ്മാൻ്റെ ഈ സഞ്ചിയിലാണ്, ഉമ്മാൻ്റെ കയ്യിൽ കാണുന്നില്ല ഒരു കവർ, അതിലാണ് കേട്ടോ നമുക്ക് കൂവ അരച്ചിട്ട് തരിക. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒരുപാടുണ്ട്, 3-4 ചാക്കിലൊക്കെ ഉണ്ട്.
അപ്പോൾ എൻ്റെത് ഈ ഒരു ചാക്കിലും പിന്നെ കുറച്ച് ചെറിയൊരു സഞ്ചിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂവ അരക്കാൻ ഓരോരുത്തരായിട്ട് കൊണ്ടുവച്ചതാണ്. കഷ്ടകാലത്തിന് സമയത്ത് തന്നെ കറണ്ട് പോയി. അരക്കാൻ കൊണ്ടുപോയ സമയത്ത് തന്നെ പിന്നെ 1 മണിക്ക് ശേഷം ആ കറണ്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിന്നെ അരച്ചിട്ട് എന്നെ വിളിച്ചത് അട്ടാങ്ങൾ വന്നെടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഈ അരച്ചിട്ടതിന് ശേഷം ഞാൻ പോയെടുക്കുക. അതുകൊണ്ട് അരക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായില്ല. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ ഉണ്ടാവുക കൂവ അരച്ചത്. ശരിക്കും പറഞ്ഞാൽ പേസ്റ്റ് പരുവത്തിലുണ്ടാവും. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പണി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നൂറെടുക്കൽ ശരിക്കും ഭയങ്കര ടാസ്ക്കാണ്. കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു മൈലാഞ്ചിയൊക്കെ അരച്ച ഒരു ടെക്സ്ചർ തന്നെയാണുള്ളത്. ഇനി ഇത് കലക്കി 2-3 ട്രിപ്പായിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് അരിച്ചെടുക്കണം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ ഇത് കാണുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ അടുത്തൊക്കെ എല്ലാവരും ചെയ്യും, നമ്മളിതുവരെ ചെയ്തിട്ടില്ല കേട്ടാ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു പുതിയ അനുഭവമല്ലേ. ഇപ്പോൾ പ്രായമുള്ളവരുടെ അടുത്തൊക്കെ അല്ലേ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനോ. പിന്നെ ഭാവിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ പിന്നെ ആരോട് സംശയം ചോദിക്കൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ ബക്കറ്റിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കി കുറച്ചായിട്ടാണ് ചെയ്യുന്നത്. കുറച്ചധികം ഇട്ടാൽ നമുക്കിത് ഊറ്റിയെടുക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഇത് വേറൊരു ബക്കറ്റിലേക്ക് കുറച്ചായിട്ട് ഇട്ട് അരിച്ചെടുക്കലാട്ടോ അടുത്ത പണി. ഇത് കുറച്ച് സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. ഇത് അരിച്ച് ഇതിൻ്റെ വെള്ളം ഒരു പ്രാവശ്യം അരിച്ച് പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിതിൻ്റെ വെള്ളം എടുത്തത്. ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തേക്ക് നമ്മളിത് ഫുള്ള് ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഇങ്ങനെ മില്ലിൽ കൊണ്ടുപോയിട്ടൊന്നുമില്ല കൂവക്കോല് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിലിങ്ങനെ ചെത്തി കൈയൊക്കെ ഒട്ടാകെ മുറിയോ കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കൂവ ഇറക്കുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഒരു തോർത്ത് ഇങ്ങനെ നമ്മൾ ബക്കറ്റിൽ കെട്ടിയിട്ട് കുറച്ചായി ചോദിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോക്കി പിന്നെ നമ്മൾ ശക്തിയിൽ തോർത്ത് കൊണ്ട് കഴിച്ചിട്ട് അങ്ങനെ തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുറച്ചൊരു അധ്വാനമുള്ള പണിയാണ്. കുറച്ച് റിസ്ക് എടുത്താലല്ലേ നമുക്ക് റിസ്ക് തിന്നുവാനാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് റിസ്ക് എടുക്കാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അത്ര ഒരു ക്വാളിറ്റിയിലാണോ നമുക്ക് പുറത്തുനിന്ന് കിട്ടുക എന്നൊന്നും പറയാനാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുണ്ട് കഴിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു ട്രിപ്പായിട്ട് നല്ലോണം ശക്തിയിൽ പിഴിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ ചെയ്തത് ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഒരു ഇടങ്ങാറ് പിടിച്ചൊരു പ്രൊസീജിയർ ഇതാട്ടാ, ഇതിൻ്റെ ഈ വെള്ളം ഊറ്റിയെടുക്കൽ. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മൾ പിഴിഞ്ഞത്. ഇങ്ങനെ ഒരാൾ പിടിച്ചു കൊടുത്ത് മറ്റേയാൾ ശക്തിയിൽ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം തീർത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ട്രിപ്പായിട്ട് ആദ്യം ഒഴിച്ചതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ നല്ല കളറിലേ കണ്ടത് അതിൻ്റെ ചണ്ടിയാട്ടോ ഇത്. അതിൽ പിന്നെയും വെള്ളം ഒഴിച്ച് അതും അരിച്ചെടുത്ത് പിന്നെ അങ്ങനെ 3 പ്രാവശ്യമായിട്ടോ നമ്മളിതിൻ്റെ വെള്ളം അരിച്ചെടുത്തത്. ഫസ്റ്റത്തേനാ ശരിക്കും നല്ല കളർ ഉണ്ടാവുക, പിന്നെ കളർ കുറവായിരിക്കും. ഞാനിതൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ വിചാരിക്കുക പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയല്ലേ. ഈ വെറുതെ കാട്ടിൽ കിടക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ഇത്രയും ഔഷധ ഗുണമുള്ളൊരു സംഭവം ഇത്രയും പ്രൊസീജിയറിലൂടെ കടത്തി അത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അത്രയും അവരുടെ തിങ്കിങ് അത്രയും പോയിട്ടില്ലേ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാം അവർക്ക് എങ്ങനെയാണ് ഈ ബുദ്ധിയൊക്കെ കിട്ടി ഇങ്ങനെ ഇരുന്ന് കൂവപ്പൊടി ഉണ്ടാക്കാമെന്നൊക്കെ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷമായിട്ടാണ് നമ്മൾ തീർത്ത് കൂവയും അരിച്ചെടുത്ത് ഇതാക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഓരോ പാത്രത്തിലാക്കി ഇതിൻ്റെ വെള്ളം വെക്കുകയാണ് ചെയ്തത്. ഒരു 4-5 കുറേ തീർത്ത് നമ്മളൊന്നും വേസ്റ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം പാത്രത്തിലുണ്ട് കേട്ടോ. നമ്മളെ വെള്ളം ഒരു 2-3 ബക്കറ്റിലും ഒരു ബട്ടയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെള്ളം വെച്ചത്. ഇനി പിറ്റേന്ന് ഇത് ഊറ്റിക്കളയണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഊറും കൂവപ്പൊടീൻ്റെ അംശം. ഇനി നമ്മൾ അത് ഊറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി എല്ലാ ബക്കറ്റിലും പിന്നെ നമ്മൾ ഒരുമിച്ചാക്കി കേട്ടോ. ഒരു പാത്രത്തിൽ എല്ലാം ഊറ്റിയിട്ട് മറ്റുള്ള ബക്കറ്റ് എല്ലാത്തിലും ഇങ്ങനെ അടിയിൽ ഊറിയിട്ടുണ്ടാവും. ഇതിൻ്റെ മട്ടും ഉണ്ടാവും. പിന്നെ ഈ വൈറ്റ് കാണുന്നില്ല അതാണ് കേട്ടോ ഇതിൻ്റെ നൂറ്. ഇനി പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കും. എന്നിട്ട് ഊറും അതും ഒഴിച്ച് മാറ്റും. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് ചെയ്യുക. ഇത് കക്കുന്ന കൂവയായതുകൊണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇത്രയും പ്രൊസീജിയർ വന്ന്. നമ്മൾ സാധാ കൂവയാണെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ ഊറ്റിയെടുക്കേണ്ടുള്ളൂ. ഇതിൻ്റെ കയ്പ്പ് പോകണമെങ്കിൽ നമ്മളിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ മാറ്റി 3 ദിവസമായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു പാത്രത്തിൽ, ഇനി അങ്ങനെ വേറെ പാത്രത്തിൽ വെക്കേണ്ടിയില്ല, എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് അതിൽ വെള്ളം ഒഴിച്ച് ഇനി പിന്നെ അത് വെക്കുകയാണ്. നമ്മളിത് ഉണ്ടാക്കേണ്ടത് തന്നെ നോമ്പിനെ ഒരു ലക്ഷ്യമാക്കിയിട്ടാ. നോമ്പിന് നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാലൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കില്ല. അപ്പോൾ അതിനൊരു ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂവേൻ്റെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മളെ ക്ഷീണവും ഒക്കെ പമ്പാടുക്കും. കുട്ടികൾക്കൊക്കെ പണ്ടൊക്കെ ഡോക്ടർമാരൊക്കെ പണ്ടെന്നല്ല ഇപ്പോൾ ഡോക്ടർമാർ ലൂസ് മോഷന് ഛർദിയൊക്കെ ആയാൽ കൊടുക്കാൻ പറയുകയാണെങ്കിൽ വെള്ളവും കൂവ ഉണ്ടെങ്കിൽ കൂവൊക്കെ കാച്ചി കൊടുക്കാനല്ലേ പറയാം. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളതുകൊണ്ടാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചല്ലേ വാങ്ങിക്കാനാവും. ഇതാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. പിന്നെ മക്കൾക്കൊക്കെ ഛർദിയും ലൂസ് മോഷനൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ പാത്രത്തിലെ വെള്ളവും ലാസ്റ്റ് ഉള്ളത് എല്ലാം ഒരുമിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടിഞ്ഞ് കൂടിയിട്ടുണ്ട് എല്ലാ പാത്രത്തിലും. അത്രക്കാരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എല്ലാ പാത്രത്തിലും അടി ഇത്രയായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലേക്ക് കുറേ കിട്ടുമെന്ന്. കുറച്ചാണ് കിട്ടും കേട്ടോ. ഒരു 10-18 കിലോനൊക്കെ കൂവ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 കിലോ കൂവപ്പൊടി കേട്ടോ കിട്ടും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം നമ്മൾ ഈ വെള്ളം ഒഴിവാക്കി, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ വീഡിയോ. ഒഴിവാക്കി പിന്നെ വെള്ളം ഒഴിച്ച് അവസാനമായിട്ടാണ് നമുക്കിതിൻ്റെ പൊടി കിട്ടുക. പൊടിയായിട്ടല്ല കിട്ടുക, കുറച്ചൊരു ജലത്തിൻ്റെ അംശമുള്ള കിട്ടുക. പിന്നെ നമ്മളത് ഉണക്കിയെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൂടി വെക്കുകയാണ്. ഇത് 3-ാമത്തെ ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലാട്ടാ കിട്ടുക. ഇതാണ് ഇതിൻ്റെ 100. ഈ 100 അടിഞ്ഞു കൂടിയതാണ്. ഇതാണ് ശരിക്കും കൂവപ്പൊടിയായി മാറുന്നത് ലാസ്റ്റ്. അപ്പോൾ എല്ലാം മിക്സാക്കി ഇനി പണിയെന്ന് വെച്ചാൽ വെയിലത്ത് വെക്കലാണ്. ഒരു 3-4 ദിവസം വെയിൽ കൊള്ളണം കേട്ടോ. കേടായി പോകുന്നതും ചേർത്തല്ലോ. അങ്ങനെ ഒരു 3-4 ദിവസം നമ്മൾ ആ ബട്ടയിൽ തന്നെയാണ് ഫസ്റ്റ് വെച്ചത്. കണ്ടില്ലേ നിങ്ങൾ? ശരി കുറച്ചൊരു കട്ട പോലെ ഉണ്ടാവുക. ഇത് നമ്മൾ ഒരു സ്പൂണൊക്കെ വെച്ച് തന്നെ പൊടിച്ചെടുത്താൽ ശരിക്കും പൗഡർ പോലെയാവും കേട്ടോ. ഇത് ഫസ്റ്റ് ദിവസം ഉണക്കാൻ വെച്ചതാട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ വട്ടയിൽ നിന്ന് മാറ്റി ഒരു മുണ്ട് വിരിച്ച് ഒരു പേപ്പർ അതിൻ്റെ മേലെ വെച്ച് അതിലിട്ടാട്ടോ പിന്നെ ഉണക്കിയെടുത്തത്. ഇതിൽ നിന്ന് ശരിക്കും ഉണങ്ങാത്തതുകൊണ്ട് അങ്ങനെ ഒരു 3 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് നമ്മുടെ ഈ കൂവപ്പൊടി. അതിനുശേഷമാണ് നമ്മൾ അളവിൽ ഇട്ട് വെക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ആക്കിയോണ്ട് ഇതൊരു കുറേ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 കിലോൻ്റെ അടുത്താട്ടുള്ളൂ ഈ ഒരു കൂവപ്പൊടി. നിങ്ങളെ ചുറ്റും ഇതുപോലെ ഒഴിച്ചിട്ട പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അധിക സ്ഥലത്തും ഉണ്ടാകും. നമ്മുടെ ഇവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ കൂവച്ചെടി. ഇത് ഈ സീസൺ ആയാലും പിന്നെ എല്ലാ വീടുകളിലും ഇതാണ് പണി. കൂവ ഉണ്ടാക്കൽ, കൂവ കിളക്കൽ, അത് അരക്കൽ, ഊറ്റൽ. മില്ലിൽ പോയാലും തന്നെ കണ്ടില്ലേ നിങ്ങൾ എത്ര ആൾക്കാരാ ആ സമയം മാത്രം, ഞാൻ പോയ സമയത്ത് മാത്രം തന്നെ എത്ര ആൾക്കാരാ കൂവ അരക്കാനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ കൂവപ്പൊടി അളവിലിട്ട് വെക്കുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നത്. ശരിക്കുള്ള ഒറിജിനൽ കൂവ ആരോറൂട്ട് പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു കൂവയാണ് കേട്ടോ. നമ്മുടെ വെള്ള കൂവയല്ല, ഈ നീല കൂവ കേട്ടോ ശരിക്കുള്ള കൂവപ്പൊടി. അതുകൊണ്ടുണ്ടാക്കുന്ന പൊടിയാണ് ശരിക്കുള്ള കൂവപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂവപ്പൊടി ആകുമ്പോഴുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.